ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷു റിലീസായി ഇന്നലെ ഏപ്രിൽ 15 ബുധനാഴ്ച കേരളത്തിൽ മിക്സഡ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ടോവിനോ തോമസ് നായനെ ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കയാതു ലോഹർ, വിജയരാഘവൻ, ജോണി ആന്റണി, ബാബുരാജ്, ടി.ജി. രവി, അലക്സാണ്ടർ പ്രശാന്ത് എന്നിവരോടൊപ്പം പൃഥ്വിരാജ് സുകുമാരൻ കാമിയോ റോളിലും എത്തിച്ചേർന്നു. ചിത്രം ആദ്യ ദിവസം കേരളത്തിൽ കളക്ട് ചെയ്തത് 3,05,00,000 രൂപയായിരുന്നു. അതേസമയം രണ്ടാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ പകുതിയോളമായിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ 1.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 4,50,00,000 റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 8 കോടി റേഞ്ചിലുമാണ്. അതേസമയം സിനിമയുടെ ആദ്യ ദിവസത്തെ ഓപ്പണിംഗ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ പോസ്റ്റർ ഇന്ന് വന്നിട്ടുണ്ട്. അത് പ്രകാരം 10,34,00,000 രൂപയാണ് ആദ്യ ദിവസം ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. അത് എത്രത്തോളം ശരിയാണ്, കൃത്യമാണ് അല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള വിശദമായ ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട്. വിഷു റിലീസായി ഇന്നലെ തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ മലയാള സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. കുഞ്ചാക്കോ ബോബൻ നായകനായി രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തിരക്കഥ സംവിധാനം ചെയ്ത് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ ചിദംബരം, സജിൻ ഗോപു, ജാഫർ ഇടുക്കി, ദിലീഷ് പോത്തൻ, രാജേഷ് മാധവൻ, പൂജ മോഹൻരാജ്, ഷാഹി കബീർ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ കളക്ട് ചെയ്തത് 83 ലക്ഷം രൂപയായിരുന്നു. ഇന്ന് ഈ സിനിമയ്ക്കും കേരളത്തിൽ പകുതി കളക്ഷൻ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. 40-45 ലക്ഷം റേഞ്ചിലാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 1,25,00,000 റേഞ്ചിലാണ് 2 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,80,00,000 റേഞ്ചിലുമാണ്. ഏപ്രിൽ 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. കൃഷ്ണദാസ് മുരളി തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സൈജു കുറുപ്പ്, സുരാജ് വെഞ്ഞാറമൂട്, ജഗദീഷ്, വിനയ് ഫോർട്ട്, ബേബി ജീൻ, കലാരഞ്ജനി, ശ്രീജ രവി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 6 ദിവസത്തെ വിശദമായ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം കേരളത്തിൽ ഇന്നലെ വരെ കളക്ട് ചെയ്തിരിക്കുന്നത് 6,41,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് $2,94,000 അതായത് $2,74,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ വേൾഡ് വൈഡ് കളക്ഷനായി ഇന്നലെ വരെ ഈ സിനിമ 9,15,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 7ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,20,00,000 റേഞ്ചിൽ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ ഒരാഴ്ച പിന്നിടുമ്പോൾ കേരളത്തിൽ 7,60,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 10-11 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. അതേസമയം സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പ്രകാരം 15 കോടി രൂപയാണ് ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. വാഴ 2 തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് വ്യാഴാഴ്ചയുടെ 15 ദിവസമാണ് പിന്നിടുന്നത്. ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 14 ദിവസം കൊണ്ട് കേരളത്തിൽ 95,60,00,000 കളക്ട് ചെയ്ത ഈ സിനിമയ്ക്ക് 15ാം ദിവസം എന്ന വ്യാഴാഴ്ച കേരളത്തിൽ 4-4.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 15 ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ കേരളത്തിൽ 100 കോടി ടച്ച് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. സിനിമയുടെ 15 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 189-190 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ദുരന്തർ 2 തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 29 ദിവസമാണ് പിന്നിടുന്നത്. ചിത്രം ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 28 ദിവസം കൊണ്ട് കേരളത്തിൽ 18,96,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഇന്നലെ വരെ ഈ സിനിമ 287,40,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 28 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 1,316,45,00,000 രൂപയും വിദേശത്ത് നിന്ന് 416,75,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 1,733,20,00,000 രൂപയാണ് ലോകമെമ്പാടുമായി ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. LIK അഥവാ ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന തമിഴ് സിനിമയുടെ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള 6 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 25,71,00,000, കർണാടകയിൽ 3,53,00,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 7,72,00,000, കേരളത്തിൽ 64,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 55,00,000 എന്നിങ്ങനെ ഇന്ത്യൻ കളക്ഷനായി 38,15,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് 10,64,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ വേൾഡ് വൈഡ് ഗ്രോസായി 48,79,00,000 രൂപ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് 50 കോടി പോസ്റ്റർ പുറത്തു വന്നിട്ടുമുണ്ട്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.